പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പേരൂർക്കടയിലുള്ള, അതായത് കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലമായിട്ടുള്ള പേരൂർക്കടയിൽ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ കുടുംബം ഏതാണ്ട് ഒരു 600 കോടി രൂപയുടെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അത് വലിയ പ്രതികരണമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പ്രാഥമികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ എനിക്കൊന്ന് റീക്യാപ്പിച്ചുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാലേ എനിക്ക് ഈ വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കാൻ പറ്റും. എന്താണ് ഞാനെന്ന് ആ വീഡിയോയിൽ പറഞ്ഞത്? 1968 അന്നുണ്ടായിരുന്ന ഗവൺമെൻറ്റുമായി ലക്ഷ്മി നായരുടെ അച്ഛനായിട്ടുള്ള നാരായണൻ നായർ ഒരു കരാറിലെത്തുന്നു. തനിക്കൊരു നിയമവിദ്യാലയം നടത്താൻ ചുരുങ്ങിയ പാട്ടത്തിന് സർക്കാർ ഭൂമി നൽകണം. അതായത് അന്ന് സെൻറ്റിന് എന്തോ 250 രൂപയ്ക്ക് മറ്റാണ് മേടിച്ചത്, നൽകണം എന്ന് പറയുന്നു. അന്നത്തെ സർക്കാരുമായ 1968 മറ്റൊരു ധാരണയിലെത്തുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ അടങ്ങുന്ന വലിയ വിപുലീകരിച്ച ഒരു ഭരണസമിതി ആ ലോ അക്കാഡമിക്ക് ഉണ്ടാകുന്നു. അതിൻ്റെ സെക്രട്ടറി ലക്ഷ്മി നായരുടെ അച്ഛനായിട്ടുള്ള സമാധാനം നാരായണൻ നായരായി. അങ്ങനെ ഭൂമി സർക്കാരിൽ നിന്ന് വാങ്ങുന്നു. 4 ഏക്കർ എന്നൊക്കെ പറഞ്ഞു. അത് പിന്നീട് 11.49 ഏക്കറായി. അവിടെ ലോ അക്കാദമി എന്ന് പറഞ്ഞ നിയമവിദ്യാലയം തുടങ്ങുന്നു. എന്നാൽ കാലക്രമേണ ഇതിൻ്റെ ഭരണസമിതിയിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൊഴിഞ്ഞു പോകുന്നു. അവിടെ എല്ലാം ലക്ഷ്മി നായരുടെ കുടുംബാംഗങ്ങൾ വരുന്നു. ലക്ഷ്മി നായർ വരുന്നു, ലക്ഷ്മി നായരുടെ സഹോദരൻ വരുന്നു, അവരുടെ അളിയൻ വരുന്നു, അവരുടെ ബന്ധുക്കൾ വരുന്നു. അങ്ങനെ അത് അവരുടെ ഒരു കുടുംബ സ്വത്തായി മാറുന്നു. അങ്ങനെ ആ 11.49 ഏക്കർ ഭൂമിക്ക് ഇപ്പോൾ ഒരു 600 കോടി രൂപ വില വരുന്നു എന്നും ആ ഭൂമിയിൽ അവർ അനധികൃതമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും അവർ ആ ഭൂമി ദുരുപയോഗം ചെയ്യുന്നുവെന്നൊക്കെ ഉള്ള വിഷയങ്ങളായിരുന്നു എൻ്റെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 11.49 ഏക്കർ സ്ഥലം പേരൂർക്കടയിൽ എന്നുള്ളത് 600 കോടി എന്ന് ഞാൻ പറയുമ്പോൾ, എൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഒരു സെൻറ്റിന് ഒരു 60-70 ലക്ഷം രൂപയെങ്കിലും വില വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 600 കോടി രൂപയേക്കാൾ 700 കോടി രൂപയുടെ ആസ്തിയുള്ള ഭൂമിയാണ്, സർക്കാർ ഭൂമിയാണ് ഈ ലക്ഷ്മി നായരുടെ കുടുംബം അവിടെ കൈവശം വെച്ചിരിക്കുന്നത്, അവിടെ അവരുടെ അധീനതയിൽ വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ഭൂമി തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ടി സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മിസ്റ്റർ സൗമൻ സെന്നും മിസ്റ്റർ ശ്യാംകുമാർ, ജസ്റ്റിസ് ശ്യാംകുമാർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇത് പരിശോധിച്ച് 6 ആഴ്ചക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണെന്നുള്ള കാര്യം കോടതിയെ അറിയിക്കണം എന്നും, എ റീസെൻറ്റ് ഓർഡർ ഷാൽ ബി പാസ്ഡ് ആഫ്റ്റർ അഫോർഡിങ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ആയിട്ട് ഹിയറിംഗ് നടത്തി അത് ബന്ധപ്പെട്ട പാർട്ടികളെ അറിയിക്കണമെന്നും കോടതികളെ അറിയിക്കണമെന്നും പറഞ്ഞിട്ട് 2026 മാർച്ച് 12 ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണ്. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് ഹിയറിംഗ് നടത്തിയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ലക്ഷ്മി നായരുടെ കുടുംബം എൻ്റെ ഈ വീഡിയോ ഒക്കെ വന്നതിനെ തുടർന്ന് പരക്കം പാച്ചിൽ ആരംഭിച്ചു എന്നുള്ള വിവരം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് നേരിട്ടും ഒരു അനുഭവം ഉണ്ടായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവർ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. കാരണം എൻ്റെ വീഡിയോ അത്ര കാര്യകാരണ സഹിതവും വസ്തുനിഷ്ഠവുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഓട്ടം തുടങ്ങിയിരിക്കുന്നത്. പല മന്ത്രിമാരെയും ഒക്കെ അവർ സമീപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള പലർക്കും ഈ സ്ഥാപനം LLB ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. അത് അനധികൃതമായിട്ടാണ് കൊടുത്തതെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളുണ്ട്. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഈ 30-ാം തീയതി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരുത്തനുണ്ട്. അയാളുടെ പേരാണ് VA ജയതിലക്. അയാൾ അനധികൃതമായി ലോ അക്കാദമിയിൽ പഠിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ ഞാനൊരു വീഡിയോയിൽ കൊണ്ടുവന്നിരുന്നു. അയാളുടെ 6ാം സെമസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ അസസ്മെൻ്റ് മാർക്ക് ലിസ്റ്റാണ് ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നത്. ആ മാർക്ക് ലിസ്റ്റിൽ അയാൾക്ക് 0 മാർക്കാണുള്ളത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ചോദിക്കുകയും ചെയ്തിരുന്നു, 6ാമത്തെ സെമസ്റ്റർ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 5 സെമസ്റ്ററിൽ അയാൾ അവിടെ പഠിച്ചു എന്നാണല്ലോ. ഓരോ സെമസ്റ്ററും പഠിച്ച് പരീക്ഷ എഴുതണമെങ്കിൽ 75% അറ്റൻഡൻസ് വേണം സുഹൃത്തുക്കളെ.
ഈ ചീഫ് സെക്രട്ടറിക്ക് എങ്ങനെയാണ് അവിടെ പോയി പഠിക്കാൻ കഴിഞ്ഞത് എന്ന് മാത്രമല്ല, ഈവനിങ് കോഴ്സ് എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. ബാർ കൗൺസിൽ നിരോധിച്ചിട്ടുള്ളതാണ് ഈവനിങ് കോഴ്സ്. അത് സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞൊരു നിലയിൽ വേഷം മാറ്റി അവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ നാഗരാജ നാരായണനാണ്. അയാൾ ബാർ കൗൺസിൽ മെമ്പറാണ്, നമ്മൾ ഓർക്കണം. ആ ബാർ കൗൺസിലാണ് ഈ ഈവനിങ് കോഴ്സ് നിരോധിച്ചിട്ടുള്ളത്. ആ ബാർ കൗൺസിലിൽ മെമ്പറായിരുന്നു കൊണ്ടാണ് അയാളുടെ സ്വന്തം കോളേജ് തന്നെ കൃത്രിമമായി സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് വേഷം മാറ്റി ഈവനിങ് കോഴ്സ് നടത്തുന്നു. ഞാനത് ബാർ കൗൺസിലിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു രീതിയാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറി പോലും അതിനകത്ത് പഠിക്കുകയായിരുന്നു കൃത്രിമമായി. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവന്നു. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇതിനെക്കുറിച്ച് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എനിക്ക് കിട്ടി, അതാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലെനിക്ക് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, 2017 അന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ PH കുര്യൻ ഇവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നു. ആ റിപ്പോർട്ട് പിന്നെ അവിടെ പൂഴ്ത്തപ്പെട്ടു. കാരണം പിണറായി വിജയനാണല്ലോ പിന്നീട് 10 വർഷാധികാരത്തിൽ. അതിന് ശുപാർശ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു: ദ ഗവൺമെൻറ് മേ ഡയറക്ട് the district registrar Trivandrum to conduct a detailed inquiry to ascertain whether any substantial alteration has been effected in the memorandum of association of the society after the assignment of land in 1984, and if so, whether it was done following due process of law and is within the limits of law. അതായത് ഈ ലോ അക്കാദമിക്ക് 1984 അവർക്ക് ഭൂമി നൽകിയതിന് ശേഷം ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ, അത് നിയമപരമാണോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് രജിസ്ട്രാറിനോട് സർക്കാർ നിർദ്ദേശിക്കണം എന്നുള്ളതായിരുന്നു ഒരു ശുപാർശ. കാരണം ഇത് രജിസ്ട്രാർ ഓഫീസിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പല മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനൊക്കെ അപ്രത്യക്ഷമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡിസ്ട്രിക്ട് രജിസ്ട്രാർ തിരുവനന്തപുരത്തോട് ഇത് അന്വേഷിക്കണം എന്നുള്ള ശുപാർശ ഈ PH കുര്യൻ അയാളുടെ 2017 സമർപ്പിച്ച അന്ന് റവന്യൂ മിനിസ്റ്റർക്ക് നൽകിയ ഈ റിപ്പോർട്ടിൽ പറഞ്ഞത്. ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ തയ്യാറാക്കാൻ കാരണം 3 പേര് കൊടുത്ത പരാതികളായിരുന്നു. അതിലൊന്ന് VS അച്യുതാനന്ദൻ, 2 V മുരളീധരൻ, 3 CL രാജൻ. ഈ 3 പേരും കൊടുത്തിട്ടുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടിന്മേൽ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. 2, the government may direct the district collector to evict the main gate of the academy which is constructed on പുറമ്പോക്ക് land. പുറമ്പോക്ക് ഭൂമിയിലാണ് ഈ ലോ അക്കാദമിയുടെ മെയിൻ ഗേറ്റ് നിർമ്മിച്ചെന്നുള്ളതുകൊണ്ട് അത് എവിക്റ്റ് ചെയ്യണം എന്ന് ഉള്ളത് രണ്ടാമത്തത്. മൂന്നാമത്തെ, as the assignment of land did not impose a condition of time limit for the use of assigned land, the government may examine in consultation with the law department the possibility of resuming the unutilized land by invoking Rule 8.3 of KLA Rules 1964. അതായത് ഇവർക്ക് ഭൂമി നൽകുമ്പോൾ അത് എത്ര കാലത്തേക്കുള്ളത് എന്നുള്ളതിൻ്റെ ഒരു സമയപരിധി പറയാതിരുന്നത് കൊണ്ട് അവരുപയോഗിക്കാത്ത ഭൂമി KLA റൂൾസ് 1964 8.3 പ്രകാരം അത് അവരുപയോഗിക്കാത്ത ഭൂമി തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കണം. 4, the district collector Trivandrum may be directed to resume the land in which restaurant and bank branch building as it is being used for commercial purposes, violating the condition of the assignment. അതായത് അവർ റെസ്റ്റോറൻറ്റ് അവിടെ നടത്തുന്നു, അവർ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് നടത്തുന്നു, അത് ഈ രേഖയിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകളുടെ ലംഘനമായതുകൊണ്ട് അത് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ് 4 ശുപാർശകൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ട് 2017 അന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്ന PH കുര്യൻ അന്ന് റവന്യൂ മന്ത്രിക്ക് സമർപ്പിച്ചത്. ഇപ്പോൾ 2017 മുതൽ ഏതാണ്ട് 9 വർഷമായിട്ടും പൂഴ്ത്തിവെക്കപ്പെട്ട് കിടത്തിനിൽക്കുകയായിരുന്നു. കാരണം എന്താ, പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം, അവിടെ നടക്കുന്ന അനധികൃതമായിട്ടുള്ള അതായത് 700 കോടി രൂപയുടെ ആസ്തിയുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്ന് വാങ്ങിയ ഒരു സെൻറ്റിന് 2500 രൂപ, വെറും 2500 രൂപ എന്ന് വെച്ചാൽ 60 മുതൽ 70 ലക്ഷം രൂപ വരെ ഒരു സെൻറ്റിന് വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഒരു സെൻറ്റിന് 2500 രൂപയ്ക്ക് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ വലിയ ഭീമാകാരമായിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഈ ലക്ഷ്മി നായരുടെ കുടുംബം അവിടെ നടത്തുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം മനസ്സിലാക്കി തുറന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ റവന്യൂ വകുപ്പ് തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുക. അതിൻ്റെ 3 തെളിവുകളാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, അതിലൊന്ന്, ഏതാണ്ട് 30 കോടി രൂപ മുടക്കി
ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു നിർമ്മാണം അനധികൃതമായി ഈ ലക്ഷ്മി നായരുടെ കുടുംബം അവർ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ 700-നടുത്ത് കോടി രൂപ വിലയുള്ള ഭൂമിയിൽ അവർ നടത്തുകയാണ് സുഹൃത്തുക്കളെ. എന്നാലോചിച്ച് നോക്കുന്നത് ഇതാണ് ആ അനധികൃതമായിട്ടുള്ള ആ നിർമ്മാണം. ഒന്നാലോചിച്ച് നോക്ക്. അനധികൃതമായിട്ടുള്ളൊരു കോംപ്ലക്സ്, ഒരു കെട്ടിട കോംപ്ലക്സ് അവിടെ പണിയുകയാണ്. ഇത് ക്ലാസ് റൂമിൻ്റെ ഒന്നും ആവശ്യത്തിനല്ല. കാര്യം ആവശ്യം പോലെ ക്ലാസ് റൂമും കാര്യങ്ങളും എല്ലാം അവർക്ക് അവിടെ ഉണ്ട്. അപ്പം ഇത് നിയമവിരുദ്ധമായി അവർ പണിയുന്ന കെട്ടിടത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലക്ഷ്മി നായരുടെ അച്ഛൻ നാരായണൻ നായർ ലോ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം ഈ അനധികൃതമായി ഈ സർക്കാർ ഭൂമിയിൽ അവർ നിർമ്മിച്ചിരിക്കുകയാണ്. അനധികൃത സ്മാരകം. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള ബാങ്കിൻ്റെ ശാഖ അനധികൃതമായി ഈ ഭൂമിയിൽ പ്രവർത്തിക്കുകയാണ്. സുഹൃത്ത്, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി സെൻറ്റിന് 2500 രൂപ പാട്ടത്തുക നിശ്ചയിച്ച് സർക്കാരിൽ നിന്ന് വാങ്ങിയ 11.49 ഏക്കർ സ്ഥലത്ത് ആ സ്ഥലത്തുള്ള അനധികൃത നിർമ്മാണങ്ങളെല്ലാം കണ്ടുപിടിച്ച് ആ ഭൂമി തിരിച്ചെടുക്കണമെന്നുള്ള റിപ്പോർട്ട് 2017 മുതൽ പൂഴ്ത്തി വെച്ചിട്ട് ആ ഭൂമിയിൽ അനധികൃതമായിട്ടുള്ള ഭീമാകാരമായിട്ടുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ലക്ഷ്മി നായരുടെ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുക. സുഹൃത്തുക്കളെ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. കാരണം തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തെ കണ്ണായ ഭൂമി, പേരുക്കടയിലുള്ള 600-ലധികം 700-നടുത്ത് വരെ കോടി രൂപ വിലയുള്ള ഭൂമി, ആ ഭൂമിയിൽ ഒരു കുടുംബം, ആലോചിച്ച് നോക്കണം, ഒരു കുടുംബം ആ സർക്കാർ ഭൂമിയിൽ അവർക്ക് തോന്നിയ പോലെ തന്നിഷ്ടപ്രകാരം അവർ നിയമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. സുഹൃത്തുക്കളെ, ഇത് കണ്ടിട്ടാണ് ഈ റവന്യൂ വകുപ്പ് ഞെട്ടിപ്പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് സൂചിപ്പിക്കാം. അപ്പോൾ ഇതെങ്ങനെയും തടയാനൊക്കെ ആയിട്ട് ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പല ദിക്കിലൊക്കെ പരക്കം പാച്ചിലും ഓട്ടോ ഒക്കെ നടക്കുന്നുണ്ട്. കാരണം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന് വിവരം ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ എടുത്തിട്ട് ബന്ധപ്പെട്ടവരെ അറിയിക്കണം. ഇതിനകത്ത് ഈ പരാതി കൊടുത്ത സുരേഷ് എന്ന് പറഞ്ഞ ആൾ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ആ സുരേഷിനൊപ്പം ഞാനും പാറ പോലെ ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് 600-700 കോടി രൂപയ്ക്ക് അടുത്തുള്ള സർക്കാരിൻ്റെ ഭൂമി ഇതുപോലെ ഒരു കുടുംബത്തിന് സ്വന്തം ഭൂമി പോലെ കയ്യേറി അനധികൃത നിർമ്മാണം നടത്തി ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഒരു കാരണവശാലും അനുവദിക്കാവുന്ന കാര്യമല്ല. ഇത് ഇടതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും ഒക്കെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ UDF സർക്കാരിലെ റവന്യൂ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ AP അനിൽകുമാർ സത്യസന്ധമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം മന്ത്രിയായിരിക്കവേ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭൂമിയിലുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കി ആ ഭൂമി തിരിച്ചു പിടിച്ച് അത് സിറ്റിക്കകത്തുള്ള പിന്നോക്കക്കാരെ ഭൂരഹിതരായിട്ടുള്ള പിന്നോക്കക്കാർക്ക് വിതരണം ചെയ്യുക എന്നുള്ള ഐതിഹാസികമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ തയ്യാറാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരാഴ്ചയും കൂടെ കാത്തിരുന്നിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി AP അനിൽകുമാറിനെ നേരിട്ട് കണ്ട് ഈ കാര്യം ഞാൻ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും 8-10 ദിവസവും കൂടെ കഴിയട്ടെ, എന്താണ് നടക്കുന്നതെന്നുള്ളതൊന്ന് മനസ്സിലാക്കട്ടെ. എന്തായാലും റവന്യൂ വകുപ്പ് ഇതിൽ വളരെ സത്യസന്ധമായി ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ അനധികൃത നിർമ്മാണങ്ങൾ സർക്കാർ ഭൂമിയിൽ നടത്താൻ ഒരു കുടുംബത്തിന് എങ്ങനെയാണ് കഴിയുക സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഒരിക്കലും അത് അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ സമര പോരാട്ടം ഞാൻ ഏതാണ്ട് ഒരു പതിറ്റാണ്ടായിട്ട് തുടങ്ങിയിട്ടുള്ള സമര പോരാട്ടമാണ്. അതുകൊണ്ട് അതിൻ്റെ മുൻനിരയിൽ തന്നെ ഞാൻ ഉണ്ടാവും എന്നുകൂടി എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഈ പൊതുഭൂമി പിടിച്ചെടുക്കുക തന്നെ ചെയ്യണം സർക്കാർ എന്നാണ് എനിക്ക് UDF സർക്കാരിനോടും അതിൻ്റെ റവന്യൂ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ AP അനിൽകുമാറിനോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.